ഇന്ത്യൻ റെയിൽവേയിൽ ഒരു യൂണിഫോം പോസ്റ്റിലേക്കുള്ള ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്നിവയുടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. RPF 1/2024 ആണ് നോട്ടിഫിക്കേഷന്റെ നമ്പർ. സോ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15/4/2024 ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് വന്നത് മെയ് 14-ാം തീയതിയാണ്. നിങ്ങൾ എന്തെങ്കിലും കറക്ഷൻസോ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഇതിന് കറക്ഷൻസ് ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുള്ളത് 15/5/2024 തൊട്ട് 24/5/2024 വരെയാണ്. സോ ആസ് പെർ നോട്ടിഫിക്കേഷൻ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെവൽ 6 കാറ്റഗറി പോസ്റ്റ് ആണ്. സോ ലെവൽ 6 കാറ്റഗറി പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇനീഷ്യൽ ബേസിക് പേ വന്നിട്ടുള്ളത് 35,400 രൂപയാണ് ഇനീഷ്യൽ ബേസിക് പേ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് B1 സ്റ്റാൻഡേർഡ് ആണ് മെഡിക്കൽ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 20 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയാണ്. അതായത് ജൂലൈ 1, 2024 ജൂലൈ 1 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള ആൾക്കാരാണ് ഈ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ അർഹരായിട്ടുള്ളവർ. നെക്സ്റ്റ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 452 വേക്കൻസിയാണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ളത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്കുള്ള ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ടാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സോ നിങ്ങൾ ഏത് സോണിലാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സോണിന്റെ RRB വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം നിങ്ങൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ. സോണൽ വൈസ് ആപ്ലിക്കേഷൻ സോണൽ വൈസ് വേക്കൻസി ഒന്നും ഔട്ട് ആയിട്ടില്ല. സോ അത് നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ വേക്കൻസി ഉള്ളത് അവിടെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. സോ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ RRB ALP അതുപോലെ സിഗ്നൽ ടെക്നീഷ്യൻ ഇങ്ങനത്തെയൊക്കെ പോസ്റ്റുകളിലേക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ ആപ്ലിക്കേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏത് സോണിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ സൈറ്റിൽ പോയിട്ട് അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ അതുപോലെ തന്നെ മെയിൽ ID ഇതൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ടാണ് നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ആപ്ലിക്കേഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. സോ റെയിൽവേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വേക്കൻസി എന്ന് പറയുന്നത് ഒരു ടെൻഡേറ്റീവ് വേക്കൻസിയാണ്. സോ ഇതിൽ കൂടുകയോ കുറയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം പറയുകയാണെങ്കിൽ B1 സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പേഴ്സൺസ് ഹാവിംഗ് ഫ്ലാറ്റ് ഫുട്ട്, നോക്ക് നീ, സ്ക്വന്റ് ഐസ് ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് എന്നിങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ മെഡിക്കലി അൺഫിറ്റ് ആയിട്ടാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. സോ അപ്പോയിന്റ്മെന്റിന് എലിജിബിൾ ആയിരിക്കില്ല. ഈ എക്സാമിന്റെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് ജൂലൈ 1, 2024 20 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷനും കൊടുത്തിട്ടുണ്ട്. SC ആൻഡ് ST കാൻഡിഡേറ്റ്സിന് 5 years, OBC കാൻഡിഡേറ്റ്സിന് 3 years, എക്സ് സർവീസ്മാനും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പർ ലിമിറ്റ് ഓഫ് ഏജ് നമ്മൾ നോക്കുകയാണെങ്കിൽ UR ആൻഡ് EWS കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 2/7/1996 ശേഷം ജനിച്ചവരാണ് എക്സാമിന് എലിജിബിൾ ആയിട്ടുള്ളത്. OBC കാൻഡിഡേറ്റ്സിന് 2/7/1993 ശേഷം ജനിച്ചവരാണ്. SC ആൻഡ് ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2/7/1991 ആണ് അപ്പർ ലിമിറ്റ്. സോ നെക്സ്റ്റ് എക്സാമിനേഷൻ ഫീ നമ്മൾ നോക്കുകയാണെങ്കിൽ SC ST എക്സ് സർവീസ്മെൻ അതുപോലെ തന്നെ ഫീമെയിൽ മൈനോറിറ്റി കാൻഡിഡേറ്റ്സിന് 250 rupees ആണ് എക്സാമിനേഷൻ ഫീ. ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആണ്. വൺസ് യു ഗോ ആൻഡ് റൈറ്റ് ദ എക്സാമിനേഷൻ ഫുൾ എമൗണ്ട് വിൽ ബി റീഫണ്ടഡ്. ആൻഡ് ഓൾ അതർ കാൻഡിഡേറ്റ്സ് 500 rupees ആണ് എക്സാമിനേഷൻ ഫീ. ഇതിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഉണ്ടാവുക ആദ്യം. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാസ്സായവരെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിനും വേണ്ടി വിളിക്കും. അതിലും പാസ്സാവുന്നവരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ നമ്മൾ പാറ്റേൺ ആൻഡ് സിലബസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസും 90 മിനിറ്റും 1.5 മണിക്കൂറാണ് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുക. സോ ഓരോ മാർക്കിനും കറക്റ്റ് ആൻസറിന് 1 മാർക്കും നെഗറ്റീവ് ആയിട്ടുള്ള ആൻസറിന് 1/3 മാർക്ക് മൈനസും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 120 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. സോ ആ 120 ക്വസ്റ്റ്യനിൽ 50 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. നെക്സ്റ്റ് അരിത്തമെറ്റിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു 35 മാർക്സിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് ഒരു 35 മാർക്സിന് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റിന്റെ ക്രൈറ്റീരിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 6 മിനിറ്റും 30 സെക്കൻഡും കൊണ്ട് 1600 മീറ്റർ റണ്ണ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ലേഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 4 മിനിറ്റിനുള്ളിൽ 800 മീറ്റർ റണ്ണാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ലോങ് ജമ്പിനും ഹൈ ജമ്പിനും 12 feet ആൻഡ് 3 feet 9 inch ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ലോങ് ജമ്പ് 9 feet ഹൈ ജമ്പ് 3 feet ആണ്. ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ആണെങ്കിൽ ഹൈറ്റും ചെസ്റ്റിന്റെ എക്സ്പാൻഡഡും അൺഎക്സ്പാൻഡഡ് കണ്ടീഷനിലുള്ള സെന്റിമീറ്ററിലുള്ള ഇതൊക്കെയാണ് മെഷർ ചെയ്യുന്നത്. സോ അതിൽ ചെസ്റ്റിന്റെ മെഷർമെന്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇല്ല, ഹൈറ്റിന്റെ മെഷർമെന്റ് ബോത്ത് കാൻഡിഡേറ്റ്സിനുണ്ട്.
നെക്സ്റ്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ ലെവൽ 6 കാറ്റഗറിയാണ്. 35,400 ആണ് ബേസിക് പേ. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്. ആൻഡ് സബ് ഇൻസ്പെക്ടർ ഇതിൽ നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി പ്രകാരം ടോട്ടൽ 452 വേക്കൻസിയാണ് ഉള്ളത്.